ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടാൻജൻസ് ആൻഡ് ആംഗിൾസ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര്. ടാൻജൻസ് ആർ ഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് എ ആൻഡ് ബി ഓൺ എ സർക്കിൾ സെന്റേർഡ് അറ്റ് ഒ. അതായത് ഒ സെന്ററായ സർക്കിളിന്റെ എ ബി എന്നീ പോയിന്റിലൂടെ ടാൻജൻസ് വരച്ചിരിക്കുന്നു. ഒ സെന്റർ ആണ്, അപ്പോൾ ആ റേഡിയസ് വരച്ചിട്ടുണ്ട്. ഇത് ടാൻജൻസ് ആണ്, രണ്ട് ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റും ഉണ്ട്. അതിനെ ആ സി എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സി എ ഒ ബി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആംഗിൾ എ എത്രയാ? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ്. അപ്പോൾ ആംഗിൾ എ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചോളൂ എന്താണ്, റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ടാൻജന്റ്. അതുപോലെ ആംഗിൾ ബിയോ അതും 90 ആയിരിക്കും. കാരണം ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. അപ്പോൾ 90 പ്ലസ് 90 എത്രയായി? 180 ആയി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 90 180 ആയി. അപ്പോൾ ഒരു ഒ എ സി ബി എന്ന ക്വാഡ്രിലാറ്ററല് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ആണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ്. അങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററൽ പേരുണ്ടല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആവുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒ എ സി ബി എന്ത് തരം ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സോ ഒ എ സി ബി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കാരണം ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയി, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി ഇപ്പോൾ 180 ആണ്. അതുകൊണ്ട് ഇത് സൈക്ലിക് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആംഗിൾ ഒയും ആംഗിൾ സിയും കൂട്ടിയാലും 180 ആയിരിക്കും. സോ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിളും എ സി ബി എന്ന് പറയുന്ന ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര തന്നെയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് രണ്ട് ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിളും രണ്ട് റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും 180 ആയിരിക്കും. കാരണം ഇതൊരു സൈക്ലിക് ആണ്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഈ 4 പോയിന്റിലൂടെ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഒരു സർക്കിളിലൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിയപ്പോൾ 180 ആയതുകൊണ്ട് സൈക്ലിക് ആയതുകൊണ്ട് ആംഗിൾ എ ഒ ബിയും ആംഗിൾ എ സി ബിയും കൂട്ടിയാൽ 180 ആയി. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു ടാൻജന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, രണ്ട് ടാൻജന്റും ആ പോയിന്റ് കോണ്ടാക്റ്റിലൂടെയുള്ള റേഡിയസും കൂടി വരച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഉണ്ടാവുന്ന ഈ ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിളും റേഡിയസിന്റെ ഇടയ്ക്കുള്ള ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 180 ആയിരിക്കും. ദി ആംഗിൾ at the center of a circle between two radii and the angle between the two tangents at the end of radii add up to 180 degree. എപ്പോഴും ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിളും റേഡിയസിന്റെ ഇടയ്ക്കുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും വരിക? 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ആദ്യം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് ടാൻജന്റും രണ്ട് റേഡിയസിനും ഇടയ്ക്കുള്ള ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതേ ഒരു എക്സാമ്പിൾ നോക്കിയോ. ഒരു ക്വസ്റ്റ്യൻ, ഒരു സർക്കിള്, ആ സർക്കിളിന്റെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇത് സെന്റർ O എന്നാണ്. രണ്ട് ടാൻജൻസ് വരച്ചിട്ടുണ്ട്, ബി ഡിയും സി ഡിയും. അപ്പോൾ ബി ഡിയും സി ഡിയും ടാൻജന്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ എ 50 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആണ്. ഫൈൻഡ് ആംഗിൾ ബി ഒ സി. ബി ഒ സി എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത്. ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ അല്ലെ, ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആർക്ക്, അതിലെ ആംഗിൾ ആണ് 50. അപ്പൊ ആംഗിൾ ബി ഒ സി എത്രയായിരിക്കും? ആംഗിളിന്റെ ആർക്കിന്റെ ട്വൈസ്, ആർക്കിലെ ആംഗിളിന്റെ ട്വൈസ് ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പൊ 2 × 50 എത്ര വരും? 100 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. 50യുടെ 100, 50യുടെ ട്വൈസ്. അപ്പൊ നോക്കിയേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു, കാരണം രണ്ട് റേഡിയസും രണ്ട് ടാൻജന്റും ചേരുന്ന ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര വരണം? 180 വരണം. അപ്പൊ ഇത് 100 ആണ്, ഇത് എത്രയായിരിക്കും? 180 മൈനസ് 100. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 180 മൈനസ് 180. അപ്പൊ കണ്ടോ, ഈ ആംഗിൾ തന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചു, ഇത് 180 എന്ന് കുറച്ചപ്പോൾ ഇത് കിട്ടി. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി. ഇവിടെ നോക്കിയേ, ഈ സർക്കിളില് ടച്ച് ചെയ്യുന്ന രീതിയിൽ സൈഡ്സ് വരുന്ന ഒരു ട്രയാംഗിൾ ആണ്. അപ്പോൾ ഇതൊരു ടാൻജന്റ് ആണ്, 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 ഇതൊരു ടാൻജന്റ് ആണ്. അതിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് O.
അപ്പോൾ ഈ സെന്ററിലെ രണ്ട് ആംഗിൾസ് 130, അതായത് ഈ ആംഗിൾ രണ്ട് റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിൾ 130, ഈ രണ്ട് റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിൾ 120. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC. അപ്പോൾ ആംഗിൾ A കണ്ടുപിടിക്കണം, ആംഗിൾ B കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചത് ഇത് രണ്ടും ടാൻജന്റ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ രണ്ട് ടാൻജന്റിനും രണ്ട് റേഡിയസിനും ഇടയ്ക്കുള്ള ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ 180 കുറയ്ക്കുന്നതായിരിക്കും ആംഗിൾ A. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് 180 - 120, ദാറ്റ് ഈസ് 60 ഡിഗ്രി. അതുപോലെ ആംഗിൾ B ആണെങ്കിലോ, ഇത് രണ്ട് ടാൻജന്റ് ആണ്, ഇത് രണ്ട് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസിനും ടാൻജന്റിനും അല്ലെ, റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിളും ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180. അപ്പോൾ 180 130 കുറയ്ക്കുന്നതാണ് ആംഗിൾ B. ദാറ്റ് ഈസ് എത്രയാണ്? 50 ഡിഗ്രി. ആംഗിൾ B എന്ന് പറയുന്നത് 50 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ ആംഗിൾ B 50, ആംഗിൾ A 60. അപ്പോൾ നോക്കി, ആംഗിൾ C കാണാൻ ചെയ്താൽ ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും 180 അല്ലേ? അപ്പോൾ 180 ഇത് രണ്ടും കുറച്ചാൽ മതി. 180 മൈനസ് 60 പ്ലസ് 50, 180 60 50 കൂട്ടി, അതായത് 110 കുറയ്ക്കുക. അപ്പോൾ 70 എന്ന് കിട്ടും. ഇങ്ങനെ എല്ലാവരും ചെയ്യാൻ 360 ഇത് രണ്ടും കുറച്ച് ഇത് കിട്ടും, ഇത് 180 കുറച്ചാൽ ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ഈ റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് വന്നപ്പോൾ ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു? 180 കുറച്ചു. വേറെ എക്സാമ്പിൾ നോക്കിയോ, ഇതുപോലെ തന്നെ ഇവിടെ നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. ട്രയാംഗിളിന്റെ ആംഗിൾസ് വന്നിട്ടുണ്ട്. ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾസ് അറിയാം. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ആംഗിൾ AOC എത്രയാണെന്ന് അറിയണം, ആംഗിൾ BOC എത്രയാണെന്ന് അറിയണം, ആംഗിൾ AOC എത്രയാണെന്ന് അറിയണം, ആംഗിൾ AOB എത്രയാണെന്ന് അറിയണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് ദിസ് ട്രയാംഗിൾ ഇഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 2 സെന്റിമീറ്റർ. ഈ സർക്കിളിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നോക്കാം BOC. BOC എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ? ഇത് കണ്ട. അപ്പൊ നോക്കിയേ, ഇത് രണ്ട് ടാൻജന്റ് അല്ലേ? നോക്കിയേ, അപ്പൊ ഈ ട്രയാംഗിളിന്റെ ആംഗിളായ ഈ 50 180 കുറച്ചാൽ കിട്ടുന്നതായിരിക്കില്ലേ ഈ ആംഗിള്. അപ്പൊ ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 180 - 50 ദാറ്റ് ഈസ് 130. ക്ലിയർ ആയോ പറഞ്ഞത്? 180 ഈ 50 കുറച്ചാൽ കിട്ടുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ കാണാൻ ട്രയാംഗിളിന്റെ ആംഗിൾ 180 കുറച്ചു. അപ്പൊ അതുപോലെ AOC ആണെങ്കിലോ, ഇത് രണ്ട് ടാൻജന്റ് ആണ്, ഇത് രണ്ട് റേഡിയസ് ആണ്. അപ്പൊ റേഡിയസിന്റെ ഇടയ്ക്കുള്ള ആംഗിളും ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180. അപ്പോൾ 180 - 70 ആയിരിക്കും AOC. അപ്പോൾ AOC എന്ന് പറയുന്നത് 180 - 70 110. ഇനി AOB ആണെങ്കിലോ, ഇത് 70 ഇത് 50 ആകുമ്പോൾ 70 പ്ലസ് 50 120 ആയി. ബാക്കി എത്ര ഉണ്ട്? 180 120 60 ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ 60. അപ്പോൾ ഈ ആംഗിൾ 180 കുറച്ച് ഇത് കിട്ടും, ഈ ആംഗിൾ കിട്ടും. അതായത് 180 - 60 ദാറ്റ് ഈസ് 120. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ആയി. അപ്പോൾ ആദ്യത്തെ പാർട്ടായി, അതായത് റേഡിയസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾസ് കണ്ടുപിടിച്ചു. ക്ലിയർ ആയോ? ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഈ ചിത്രം കൃത്യ അളവിൽ വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന എന്താണ്? റേഡിയസ്, ഈ സർക്കിളിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 സെന്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിൾ വരയ്ക്കാം. ട്രയാംഗിൾ വരയ്ക്കണമെങ്കിലോ, ട്രയാംഗിളിന്റെ ഒരു സൈഡും അറിയില്ല. അപ്പോൾ ട്രയാംഗിൾ നമുക്ക് ആദ്യം വരയ്ക്കാൻ പറ്റില്ല. ആംഗിൾസ് മാത്രം വെച്ച് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റില്ലല്ലോ, ഒരു സൈഡെങ്കിലും കിട്ടണമായിരുന്നു. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ട്രയാംഗിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സർക്കിൾ വരച്ചു. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു റേഡിയസ് വരയ്ക്കാമല്ലോ. അപ്പോൾ ഈ റേഡിയസ് ഞാൻ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 130 ഡിഗ്രിയുടെ അതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടോ? 130 ഡിഗ്രി. 130 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ വെച്ച് 130 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കാം. വീണ്ടും പ്രൊട്രാക്ടർ വെച്ച് 110 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കാം. കണ്ടോ? അപ്പോൾ ഈ 3 പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് കിട്ടിയാൽ ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കാം, ഈ ലൈൻ കിട്ടും. അതുപോലെ ഈ റേഡിയസ് കിട്ടിയാൽ ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കാം, PQ കിട്ടും. അതുപോലെ ഈ റേഡിയസ് വരച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് PR വരയ്ക്കാം. അപ്പോൾ കണ്ടോ, ട്രയാംഗിൾ ഫോം ചെയ്തു. അപ്പോൾ എങ്ങനെ വരച്ചത് മനസ്സിലായോ? വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ? ആദ്യം സർക്കിൾ വരയ്ക്കുക. അപ്പോൾ സർക്കിൾ വരച്ചു. എത്ര സെന്റിമീറ്റർ റേഡിയസ്? 2 സെന്റിമീറ്റർ റേഡിയസ്. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റേഡിയസ് വരയ്ക്കുക. ഒരു റേഡിയസ് എവിടെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഇത് ഏകദേശം ഇത് വരത്തക്ക രീതിയിൽ വരച്ചു എന്ന് മാത്രം. ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, നേരെ എവിടെ വേണമെങ്കിലും തുടങ്ങാം. ഇനി എന്ത് ചെയ്യണം? 130 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ്. അപ്പോൾ ട്രാക്ട് വെച്ചിട്ട് 130 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. അപ്പോൾ ട്രാക്ട് വെച്ചിട്ട് ഇവിടെ നിന്നെണ്ണണം. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. വീണ്ടും എന്ത് ചെയ്യണം? 110 ഡിഗ്രി. ഇപ്പോൾ ട്രാക്ട് വെച്ചിട്ട് 110 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ 3 പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജന്റ് വരയ്ക്കണം. അതെങ്ങനെയാണ്? അപ്പോൾ ട്രാക്ട് വെച്ചിട്ട് വരച്ചാൽ മതി. 90 ഡിഗ്രി. ഇപ്പോൾ ട്രാക്ട് വെച്ചിട്ട് 90 ഡിഗ്രി വരുന്ന പോയിന്റിലൂടെ കൂട്ടി വരയ്ക്കുക. അതായത് ഈ പോയിന്റും ഇതിപ്പോൾ ട്രാക്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിൻ്റെ 90 ഡിഗ്രി പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുക. സാധാരണ 90 ഡിഗ്രി ആംഗിൾ എടുക്കുന്ന പോലെ വരയ്ക്കുക. അതുപോലെ ഈ പോയിന്റിലോ
പ്രൊട്രാക്ട് വെച്ചിട്ട് ഇവിടെയും വരയ്ക്കുക 90 ഡിഗ്രി, അതായത് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ആംഗിൾ 90 വരത്തക്ക രീതിയിൽ ഇല്ലേ. അതുപോലെ ഈ പോയിന്റിലും വരയ്ക്കുക. അപ്പോൾ 3 പോയിന്റിലും ടാൻജൻസ് വരച്ചു കേട്ടോ. അപ്പോൾ ടാൻജൻസ് വരച്ചപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തോണ്ടോ, അതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ, അതായത് PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കേട്ടോ. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഇത് 110 ആണ്, അപ്പോൾ ഇത് 70 വരും. ഇത് 130 ആണ്, അപ്പോൾ ഇത് 50 വരും. അപ്പോൾ ബാലൻസ് ഇത് 70 വരും. അപ്പോൾ 60 വരും. 3 ആംഗിളും അത് തന്നെ വരുന്നതും അതുപോലെ ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നതുമായ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് എക്സസൈസിലെ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി വിത്ത് ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദി സർക്കിൾ. അപ്പോ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.5. അപ്പൊ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ആംഗിൾസ് 40, 60, 80 ആവുന്ന ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ തന്നിട്ടില്ല, സൈഡ്സ് സർക്കിളിനെ ടച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സർക്കിൾ ആദ്യം വരയ്ക്കണം. സർക്കിള് വരയ്ക്കുന്നതിന് മുമ്പ് സെൻട്രൽ ആംഗിൾസ് ട്രയാങ്കിൾ, നേരത്തെ നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ സർക്കം സർക്കിളിന്റെ റേഡിയസ് വന്നപ്പോൾ ട്രയാങ്കിൾ വരച്ചിരുന്നു. അവിടെ നമ്മുടെ ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ ടോയ്സ് ആണ് സെൻട്രൽ ആംഗിൾ വന്നത്. ഇവിടെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 180 കുറയ്ക്കുന്നതാണ് സെൻട്രൽ ആംഗിൾസ്. 180 40 കുറച്ചാൽ 140. കാരണം ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിളും റേഡിയസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഈ ടാൻജന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 180 കുറയ്ക്കുന്നതാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 180 140 കുറച്ചു, 40 കുറച്ചു 140, 180 60 കുറച്ചു 120, 180 80 കുറച്ചു 100. അപ്പോൾ ശരിക്കും നമുക്ക് 2 മതി. 3 ആംഗിളും തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ അങ്ങ് എഴുതിയതുള്ളൂ. അപ്പോൾ നോക്കിയാൽ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യണം? സർക്കിൾ വരച്ചു. എത്ര സെന്റിമീറ്റർ റേഡിയസിലെ? 2.5 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഒരു റേഡിയസ് വരയ്ക്കാം, അത് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ഇനി എന്ത് ചെയ്യണം? പ്രൊട്രാക്ട് വെച്ചിട്ട് 140 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. പ്രൊട്രാക്ട് വെച്ചു, പ്രൊട്രാക്ടോട് വെച്ചിട്ട് ഇവിടെ നിന്നണം 140 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. വീണ്ടും പ്രൊട്രാക്ട് ഇവിടെ തിരിച്ചു വെക്കുക. 120 ഡിഗ്രി, അടുത്ത ആംഗിൾ 120 ഡിഗ്രിയാണ്. അതായത് ഈ റേഡിയസിന് ഇടയ്ക്ക് വരുന്ന ഈ ആംഗിൾസ് വരത്തക്ക രീതിയിൽ 3 റേഡിയസും വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പോയിന്റ് ഓഫ് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. 3 ടാൻജന്റ് വരയ്ക്കേണ്ട പോയിന്റ് കിട്ടി. ഇനി ആദ്യം ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്രൊട്രാക്ട് വെച്ച് 90 ഡിഗ്രിയിൽ ടാൻജന്റ് വരയ്ക്കുക. അതുപോലെ അടുത്ത പോയിന്റിൽ പ്രൊട്രാക്ട് വെച്ച് 90 ഡിഗ്രി ടാൻജന്റ് വരയ്ക്കുക. അടുത്ത പോയിന്റിൽ പ്രൊട്രാക്ട് വെച്ച് 90 ഡിഗ്രി ടാൻജന്റ് വരയ്ക്കുക. അപ്പോൾ 3 ടാൻജന്റും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തത് കണ്ടോ? ഈ ട്രയാങ്കിൾ ആണ് നമുക്ക് റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പോൾ കണ്ടോ, ട്രയാങ്കിൾ ഇതാണ് കണ്ടോ. ഈ പറഞ്ഞ കണ്ടീഷൻ, ഇത് 140 ആയതുകൊണ്ട് ഇത് 40, ഇത് 120 ആയതുകൊണ്ട് ഇത് 60, ബാലൻസ് ഇത് എന്ത് വരും? 100 വരും. അപ്പോൾ 3 ആംഗിൾസും തന്നിരിക്കുന്ന ആംഗിൾസ് വരുന്ന രീതിയിൽ ഈ സർക്കിളിനെ, അപ്പൊ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. 180 കുറച്ച ആംഗിളാണ്. അതേസമയം വെർട്ടീസസിലൂടെ കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ സർക്കിൾസിൽ പഠിച്ചിരിക്കുന്നത്. അവിടെ ടോയ്സ് ദി ആംഗിളാണ് സെൻട്രൽ ആംഗിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അവിടെ ട്രയാങ്കിൾ ഉള്ളിലും സർക്കിൾ പുറത്തുമാണ്, ഇവിടെ ട്രയാങ്കിൾ പുറത്തും സർക്കിൾ അകത്തുമാണ്. അപ്പോൾ ഈ രണ്ടും കമ്പയർ ചെയ്ത് ഓർത്തിരിക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.